അല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമായിരുന്നു, ഖൽബുൻ ശാകിറുൻ വലിസാനുൻ ദാകിർ വസൗജത്തുൻ സ്വാലിഹah തുഈനുക അലാ അംരി ദുനിയാക വദീനിക ഖൈറു മക്തസബഹു നാസ്. മനുഷ്യൻ അധ്വാനിക്കുന്നവനാണ്. മനുഷ്യന്റെ അധ്വാനങ്ങളിൽ ഏറ്റവും നല്ല അധ്വാനം, മനുഷ്യൻ സമ്പാദിക്കുന്നതിൽ ഏറ്റവും വലിയ സമ്പാദ്യം ഖൽബുൻ ശാകിറുൻ, ഖൽബുൻ ശാകിർ, നന്ദി ചെയ്യുന്ന ഒരു ഹൃദയമാണ്. അല്ലാഹു നമുക്കത് നൽകട്ടെ. വലിസാനുൻ ദാകിറുൻ, അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്ന നാവാണ്, അല്ലാഹുവിനെ ഓർക്കുന്ന നാവാണ്. വസൗജത്തുൻ സ്വാലിഹah, സദ്വൃത്തയായ ഒരു ഭാര്യയാണ്. തുഈനുക അലാ അംരി ദുനിയാക വആഖിറതിക വദീനിക, നിങ്ങളുടെ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ദീനിന്റെയും വിഷയങ്ങളിൽ നിങ്ങളെ സഹായിക്കുന്ന ഒരു നല്ല പെണ്ണ്, നല്ല ഒരു ഭാര്യ. ഇതാണ് ഖൈറു മക്തസബഹു നാസ്, ജനങ്ങൾ സമ്പാദിച്ചു വെക്കുന്നതിൽ ഏറ്റവും വലിയ സമ്പാദ്യം പൈസയല്ല, തന്റെ വീടല്ല, കച്ചവടമല്ല, തനിക്ക് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഈ 3 വിഷയങ്ങളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നന്ദി ചെയ്യുന്നൊരു ഹൃദയം കിട്ടുന്നുണ്ടോ? നാവ് കൊണ്ട് അല്ലാഹുവിനെ ഓർക്കുന്നൊരു നാവുണ്ടോ? നമ്മുടെ ദീനിൽ നമ്മെ സഹായിക്കുന്ന ഒരു ഇണയുണ്ടോ? ഇത് മനുഷ്യന്റെ സമ്പാദ്യങ്ങളിൽ ഏറ്റവും വലുതാണ്. ഒരുപാട് മുതലുണ്ടായി, നമ്മെ ദീനിൽ സഹായിക്കുന്ന ഒരു ഭാര്യയില്ല, എന്ത് കാര്യം? ഇഷ്ടം പോലെ അല്ലാഹു തആല നിഅമത്ത് കൊടുത്തു, ശുക്ർ ചെയ്യുന്നില്ല, എന്ത് കാര്യം? അതുകൊണ്ടാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, നിങ്ങളുടെ വീടിനുള്ളിൽ നിങ്ങൾ കയറി ചെല്ലുന്ന നേരത്ത് നിങ്ങളുടെ മക്കളെ കാണുമ്പോഴും കുടുംബം കാണുമ്പോഴും ജീവിതം മൊത്തം വീക്ഷിച്ചു നോക്കുമ്പോഴും നിങ്ങൾക്ക് ചൊല്ലാൻ വേണ്ടി അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഓരോരുത്തരെയും പഠിപ്പിച്ച ഒരു ദുആ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഖ്മതിക വജമീഇ സഖതിക. അല്ലാഹുവേ നിന്നോട് കാവൽ ചോദിക്കുന്നു റബ്ബേ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക, നീ തന്ന അനുഗ്രഹം നീ എടുത്തുകൊണ്ടുപോവല്ലേ. വീട്ടിൽ കയറി വന്നു, ഒരു മോള് പഠിക്കുന്നുണ്ട്, ചെറിയ കുഞ്ഞ് അവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ട്, വേറെ ഒരു മോൻ അവിടെ ഹോംവർക്ക് ചെയ്യുന്നുണ്ട്, വേറൊരു കുട്ടിയിരുന്ന് ഖുർആൻ ഓതുന്നുണ്ട്, തന്റെ ഭാര്യ വീടിന്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. കണ്ണുകൊണ്ട് കാണുമ്പോൾ പറയണേ, അല്ലാഹുമ്മ പടച്ചവനെ, ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക, നീ തന്ന ഈ ഒരു അനുഗ്രഹം എടുത്തുകൊണ്ടുപോകല്ല റബ്ബേ. മക്കളില്ലാത്ത എത്ര പേരുണ്ട്? മക്കളുണ്ടായിട്ട് ജയിലിൽ കഴിയുന്ന എത്ര മക്കളുണ്ട്? മക്കളുണ്ടായിട്ട് സങ്കടപ്പെടുന്ന എത്ര വാപ്പമാരുണ്ട്? പഠിക്കാത്ത, സംസാരിക്കാൻ കഴിയാത്ത, ഇരിക്കാൻ കഴിയാത്ത മക്കളില്ലേ? കൊച്ചുമക്കൾ നടക്കുന്നത് കാണുമ്പോ, ഇരിക്കുന്നത് കാണുമ്പോ, ചിരിക്കുന്നത് കാണുമ്പോ, അവരുടെ നാവിൽ നിന്ന് നമുക്ക് തിരിയാത്ത, മനസ്സിലാവാത്ത ഭാഷയിൽ 1, 2, 3 വയസ്സാകുമ്പോ സംസാരിക്കുന്ന വർത്തമാനം കേൾക്കുമ്പോ ചൊല്ലേണമേ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക. ഒരു കുഞ്ഞെന്ന സൗഭാഗ്യം നീ നൽകിയിട്ടില്ലാത്ത, നിന്റെ പരീക്ഷണങ്ങൾ അനുഭവിക്കുന്ന എത്ര പേരുണ്ട് റബ്ബേ. എന്റെ കുഞ്ഞിതാ നടക്കുന്നു, ഈ അനുഗ്രഹം എടുത്തുകൊണ്ടുപോകല്ല റബ്ബേ. എന്റെ ഭാര്യ അല്ലാഹുവിനനുസരിക്കുന്ന ഒരു നല്ല ഭാര്യ. അല്ലാഹുവേ എത്രയോ ഭാര്യമാർ കിടപ്പറകളിൽ അന്യരെ കൊണ്ട് കിടത്തുന്നവരില്ലേ, അപമാനം കൊണ്ടുവരുന്നവരില്ലേ, ദുഷിച്ച വർത്തമാനങ്ങൾ കേൾക്കാൻ ഇടവരുത്തുന്നവരില്ലേ. അല്ലാഹുവേ എന്റെ ഭാര്യയെ സൗവാമസൻ ഖവ്വാമ, നിസ്കരിക്കുന്നവളായി, നോമ്പെടുക്കുന്നവളായി, സത്യസന്ധതയുള്ളവളായി ജീവിക്കാൻ നീ എനിക്ക് തന്ന ഈ നിഅമത്ത് നീ തിരിച്ചു കൊണ്ടുപോകല്ല പടച്ചവനെ. എല്ലാ സമയത്തും ഏത് നേരത്തും ദിക്ർ ഇങ്ങനെ വരണം. എന്ത് നേരത്തും നല്ല അനുഗ്രഹത്തിലാണ്, ആഫിയത്തുണ്ട്, ആരോഗ്യമുണ്ട്, ചൊല്ലണം അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക. നീ തന്ന ആരോഗ്യം റബ്ബേ നീ എന്റെ ശരീരത്തിൽ നിന്ന് കൊണ്ടുപോവുകയും, കാണുന്ന കണ്ണ് വർക്ക് ചെയ്യാൻ, കേൾക്കുന്ന കാത് ഇപ്പൊ ഫംഗ്ഷനിങ് ആണ്, നമ്മുടെ ഹാർട്ട്, നമ്മുടെ ബ്രെയിന്, നമ്മുടെ ഇന്റേണൽ ഓർഗാൻസ് എത്രയാണ്, ആയിരക്കണക്കിന് വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമിങ്ങിലൂടെ അല്ലാഹു തആല നടത്തുന്ന നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു വിരലിനൊരു അസുഖം വന്നാൽ തീർന്നില്ലേ പടച്ചവനെ. ഒരു അസുഖവും തരാതെ നീ എന്നെ പരീക്ഷിച്ചില്ല, നീ എനിക്ക് പരീക്ഷണങ്ങൾ തന്നില്ല. അല്ലാഹുവേ ഈ അവസ്ഥയിൽ എന്നെ നീ ആക്കിയല്ലോ, ഇത് നീ കൊണ്ടുപോകല്ല റബ്ബേ.
ഉമ്മയുടെ ആരോഗ്യം കാണുമ്പോ ദുആ ചെയ്യണേ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വ തഹവ്വുലി ആഫിയതിക റബ്ബേ. ഒരു ഉമ്മയെ തന്നത് നീ തന്ന മഹാ അനുഗ്രഹമല്ലേ, സ്വർഗം വാങ്ങിക്കാൻ നീ തന്ന സ്വർഗത്തിന്റെ താക്കോലോ സ്വർഗത്തിന്റെ കവാടമോ ആണല്ലോ റബ്ബേ ഈ ഉമ്മയും എന്റെ വാപ്പയും. അവർക്ക് നീ ദീർഘായുസ് കൊടുക്കണേ, ഈ അനുഗ്രഹം നീ എടുത്തുകൊണ്ടുപോകല്ലേ. ഏത് വിഷയങ്ങളിലും അനുഗ്രഹങ്ങളില്ലാതെയായി പോവാതിരിക്കാൻ, ആഫിയത്ത് നഷ്ടപ്പെടാതിരിക്കാൻ. റബ്ബേ, നിന്റെ ശിക്ഷ വളരെ പെട്ടെന്ന് വരുമ്പോൾ അതിൽ നിന്നും നീ എനിക്ക് കാവൽ തരണം. വളരെ പെട്ടെന്ന് ശിക്ഷ തരല്ലേ. പെട്ടെന്ന് കുടുംബങ്ങൾ ഒന്നാകെ അപകടത്തിലാവുന്നത്, അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ ഒന്നൊന്നായി ഇല്ലാതെയാവുന്നത്, അള്ളാഹു തരുന്ന നിഅമത്തുകൾ ഒന്നൊന്നായി കൊഴിഞ്ഞു പോകുന്നത് വളരെ പെട്ടെന്ന്. അല്ലാഹു തആല അവന്റെ ശിക്ഷ ഇറക്കുന്ന അപകടങ്ങളിൽ നിന്നും നീ ഞങ്ങൾക്ക് കാവൽ നൽകണമേ. വഫുജാഅതി നിഖ്മതിക വജമീഇ സഖതിക, ഒരിക്കലും ഒരു തരത്തിലുള്ള കോപവും ഞങ്ങളോട് തോന്നല്ലേ റബ്ബേ. ദുആരക്കാൻ പറഞ്ഞിരിക്കുകയാണ്. എല്ലാവരും പഠിച്ചു വെക്കേണ്ട ദുആയാണ്, പഠിച്ചു വെച്ചിട്ടുണ്ടാകും. എന്നാലും ഒന്ന് പൊടി തട്ടിയെടുക്കുക. എപ്പോഴും ഏത് കാണുമ്പോഴും നല്ല കാലാവസ്ഥയാണ്. അല്ലാഹുവേ, ഇത് വലിയൊരു അനുഗ്രഹമല്ലേ. പുറത്തിറങ്ങി ഇങ്ങനെ ഒരു ആൾക്കൂട്ടമായി ഇരിക്കാൻ പോലും പറ്റാത്ത എത്ര ജനസമൂഹങ്ങളുണ്ട്. കലാപങ്ങൾ നടക്കുന്ന രാജ്യങ്ങളില്ലേ. അല്ലാഹുവേ, ഞങ്ങളുടെ രാജ്യത്ത് നീ തന്ന സമാധാനം എടുത്തുകൊണ്ടുപോവല്ലേ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമ